Spanish omelette. Hi friends, Assalamualaikum. ഞാൻ അഫ്സീന. ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഐറ്റം. ആർക്കും ഓംലേറ്റ് ഉണ്ടാക്കാൻ അറിയാത്ത ആരും ഉണ്ടാവില്ല. അങ്ങനെ ഒരു ഓംലേറ്റാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. സ്പാനിഷ് ഓംലേറ്റ്. നമുക്ക് നോക്കാം. ഒരു പാൻ ചൂടായതിനു ശേഷം 3 സ്പൂൺ ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായതിനു ശേഷം ഒരു ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതൊരു 3 മിനിറ്റോളം നന്നായി വഴറ്റിയെടുക്കുക. കുറച്ച് വേവ് വേണ്ട സാധനമാണല്ലോ ഉരുളക്കിഴങ്ങ്, അതുകൊണ്ട് കുറച്ചധികം സമയം തന്നെ അതൊന്ന് വഴറ്റിയെടുക്കണം. ഉരുളക്കിഴങ്ങ് കുറച്ച് വഴഞ്ഞതിന് ശേഷം വലിയൊരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഇട്ട് കൊടുക്കുക. അതിന് ആവശ്യമായ ഉപ്പും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക. സാധാരണ സ്പാനിഷ് ഓംലേറ്റ് പച്ചമുളകിൻ്റെ ആവശ്യമില്ല. പക്ഷെ നമുക്ക് എന്തായാലും നമ്മൾ മലയാളികൾക്ക് കുറച്ച് എരിവൊക്കെ വേണ്ടേ, അതുകൊണ്ട് ഞാനിവിടെ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത് ഇഷ്ടമില്ലാത്തൊക്കെ ഒഴിവാക്കാം, അത് നിർബന്ധമുള്ളതല്ല, ഓപ്ഷനിലാണ്. നന്നായി വഴഞ്ഞതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് നന്നായി വേവിച്ചെടുക്കുക. 3 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അത് നന്നായി അടിച്ചു കൊടുക്കുക. ഫോർക്ക് വെച്ചോ സ്പൂൺ വെച്ചോ അടിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഫിഷ് ഓംലേറ്റിൻ്റെ മെയിൻ എരിവിന് ചേർക്കുന്നത് കുരുമുളകാണ്. ഞാനിവിടെ 3 ചെറിയ സ്പൂൺ കുരുമുളകാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കുരുമുളക് ഇട്ട് നന്നായി അടിച്ചതിന് ശേഷം മല്ലിയിലയും കറിവേപ്പിലയും ചേർത്ത് നന്നായി അടിച്ചു കൊടുക്കുക. ഈ മിക്സറിൽ തന്നെ നേരത്തെ നമ്മൾ ചെയ്ത് വെച്ച ഉരുളക്കിഴങ്ങിൻ്റെ ഉള്ളിയുടെ ഒക്കെ മസാല ഉണ്ടല്ലോ, അതും കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കുക. ബാറ്ററൊക്കെ റെഡി ആയതിനു ശേഷം വേറൊരു ഫ്രൈ പാൻ എടുത്ത് ചൂടാക്കുക. അതിൽ 2 സ്പൂണ് ഓയിൽ ഒഴിക്കുക. ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ച ബാറ്ററി ഉണ്ടല്ലോ, ആ ബാറ്ററിൻ്റെ ഹാഫ് പോർഷൻ എടുത്ത് ഒഴിച്ചു കൊടുക്കുക. ഫുൾ ഒഴിക്കരുത്, ഹാഫ് പോർഷൻസ് മാത്രം ഒഴിച്ചു കൊടുക്കുക. പോർഷൻ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പാനിൽ ചുറ്റും സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ നമ്മൾ മൊസറല്ല ചീസിന് സ്പ്രെഡ് ചെയ്യാം. മൊസറല്ല ചീസ് ഓപ്ഷനിലാണ്, പക്ഷേ മൊസറല്ല ചീസ് ആണെങ്കിൽ കൂടുതൽ ടേസ്റ്റിയാണത്. കുട്ടികൾക്കൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടാൻ മൊസറല്ല ചീസ് ഇട്ടാലാണ്. അതൊരു ടേസ്റ്റിന് വേണ്ടിയാണ്, അത് ഓപ്ഷണൽ മാത്രമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാം. ശേഷം ബാക്കി വരുന്ന ബാറ്റർ ഉണ്ടല്ലോ, അതും അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. അടച്ചു വെച്ച് നല്ല ചെറുതായിട്ടുള്ള ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. 5 മിനിറ്റ് എന്ന് പറയുമ്പം നമ്മൾ ഫ്ലെയിമിൻ്റെ ഇതും കൂടി നോക്കണം. ചെറിയ ഫ്ലെയിമിലാണ് 5, കുറച്ചതിൽ കൂടുതലൊക്കെ ആണെങ്കിൽ ഒരു 3 മിനിറ്റിനുള്ളിലൊക്കെ എടുക്കുക കേട്ടോ. കാരണം മുട്ടയാണ്, പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സോ കുറച്ച് ശ്രദ്ധിച്ച് ആ ഫ്ലെയിം കുറച്ച് കൺട്രോൾ ചെയ്ത് വെക്കുക. ഇത് മറിച്ചിടാൻ വേണ്ടി സാധാരണ നമ്മൾ ചട്ടണി യൂസ് ചെയ്തിട്ട് മറിച്ചിടുന്ന പോലെ ചെയ്യാൻ പറ്റില്ല. കാരണം കുറച്ച് വെയിറ്റ് അധികം ഉള്ളതുകൊണ്ട്, ഇൻഗ്രീഡിയൻസ് കുറച്ച് അധികം ഉണ്ടല്ലോ ഇതിൽ, അതുകൊണ്ട് തിരിച്ചിടുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പ്ലേറ്റ് മുകളിൽ വെച്ചിട്ട് തിരിച്ചിടുക, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതിനുശേഷം ഫ്രൈ പാനിൽ വീണ്ടും നമ്മളത് പ്ലേറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കാം. ആ അടിഭാഗം കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഈ ഐറ്റം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ, വിശപ്പ് തോന്നുന്ന സമയത്ത് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഐറ്റമാണ്. ബ്രെഡിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ കുബൂസിൻ്റെ കൂടെയോ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പം കൂടുതൽ പുറത്തൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ, അതുകൊണ്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.